ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായുള്ള ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഹൈറിച്ചിന്റെ കാര്യത്തിൽ ഇപ്പോൾ പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുന്ന ഒരു കഥയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ലീഡർമാരും തന്നെ എല്ലാ കുറ്റവും ശ്രീനയ്ക്കും പ്രതാപന്റെ പേരിലും ചാർത്തി കൊടുക്കുന്നതാണ് ഇ ഡിയുടെ മുമ്പിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് നമുക്കൊന്നും അറിയില്ലായിരുന്നു, ഇത് മണി ചെയിൻ ആണെന്ന് അറിയില്ലായിരുന്നു, നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് ഇവരെ സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭം അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലെ ലാഭമാണ് വിതരണം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് എന്നും ഇവരിങ്ങനെ ഇത്തരത്തിലുള്ള ഈ കമ്പനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും തട്ടിപ്പാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കുമ്പസാരമാണ് ഇ ഡിക്ക് മുന്നിൽ ഇവർ അവതരിപ്പിക്കുന്നത്. അതേസമയം ചില ആൾക്കാർ നമ്മുടെ ടാക്സ് ഇന്ത്യ അസോസിയേറ്റ്സ് നമ്മളെ പ്രശാന്ത് ഒരു 2022 സമയത്ത് ഈ ഇതിലെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണ്. ഇവര് ടാക്സ് അടക്കുന്നില്ല, GST തരാവണ്ണം അടക്കുന്നില്ല, പിന്നെ പക്ക മണി ചെയിൻ മാതൃകയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. ഇവരുടെ മർക്കണ്ടൻ സിസ്റ്റം ഒക്കെ ഒഴിവാക്കിയിട്ട് ആളെ ചേർക്കുന്നു പണം കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് ലീഡർമാര് നമ്മുടെ ഈ ഒരു കമ്പനിയുമായിട്ട് നിൽക്കുന്നത് പന്തികേടാണെന്ന് തോന്നിയിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ പ്രൊമോഷൻ ഇൻകം ഒന്നും ആവശ്യമില്ല, അതുപോലെ തന്നെ റാങ്കിൻ്റെ ഇൻകം ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനി ഈ കമ്പനിയുമായിട്ട് നമ്മുടെ ലീഡർ എന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൊമോട്ടർ എന്ന രീതിയിൽ നമുക്ക് സ്പെഷ്യൽ ഇൻകം ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കമ്പനിയുമായിട്ട് ഒരു അകൽച്ചയിലായിരുന്നു. എന്നാൽ ഇവരുടെ ID കട്ടാക്കിയിട്ടുമില്ല എന്നതാണ്. അപ്പോൾ ഇവർ കമ്പനിയായിട്ട് നിർത്തി വേറെ ബിസിനസ് തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇ ഡിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ നാഷണൽ പ്രൊമോട്ടർ അല്ലെങ്കിൽ മറ്റ് പ്രൊമോട്ടർമാരെ പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ ടീം ഇൻകം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ എന്നാണ്. അപ്പോൾ 2 വർഷം മുമ്പേ അപ്പോൾ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, സാറേ നമ്മളൊന്നും ആ പരിപാടിക്കില്ല, നമ്മളൊക്കെ പിന്നെ ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു, നമ്മൾ പിന്നെ ഇതിലൊന്നും ഇല്ല എന്നൊക്കെ ആയിരുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനൊക്കെ വിളിച്ച സമയത്ത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വെബ്സൈറ്റിലെ പരിശോധന, ഡാറ്റാബേസിലെ പരിശോധന സമയത്ത് ഇവർ മറ്റുള്ളവരെ പോലെ തന്നെ വലിയ തോതിൽ വരുമാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യമാണ് കാണാൻ സാധിച്ചത്. അതുപോലെ ഒരു 80ഓളം ലീഡർമാരെ ഇതുപോലെ പൊക്കിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വാർത്ത എന്ന് പറയുന്നത് ജിനിലിൻ്റെ വിജയമന്ത്രിയിലുള്ള എല്ലാവരും തന്നെ ഡിഫിയിലേക്ക് മാറി എന്നുള്ള കാര്യമാണ്. നമ്മുടെ സ്വിഫ്റ്റ് ഡിഫിയിലേക്ക് മാറി അവർ ഇങ്ങനെ ചതിച്ചതിൻ്റെ കമ്മീഷൻ പറ്റി രാജാക്കന്മാരെ പോലെ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ എങ്ങനെയാണോ അതുപോലെ തന്നെ ജീവിക്കുകയാണ് എന്നുള്ള അപ്ഡേഷനാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു HR ഇന്നോവേഷൻ എന്ന കമ്പനി തുടങ്ങിയ സമയത്ത് ഇവർ ഒരുപാട് ആൾക്കാരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ HR ഇന്നോവേഷൻ പൂട്ടിയതിനാൽ ഇപ്പോൾ അവരെയൊക്കെ സമീപിക്കുന്നത് നമുക്ക് പുതിയൊരു കമ്പനിയുണ്ട്, ക്രിപ്റ്റോ കമ്പനിയാണ്, നമ്മുടെ സ്വിഫ്റ്റ് ഡിഫി എന്നാണ്. നമുക്ക് കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഇട്ട മുടക്കുമുതലും കിട്ടും, പിന്നെ അതിൻ്റെ പകുതി ഇരട്ടി ലാഭമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവരും ജാഗരൂകരായിട്ടിരിക്കുക. ഇവരെല്ലാവരും തന്നെ ഇങ്ങനെ ചതിക്കാൻ വേണ്ടി മാത്രം, ആൾക്കാരുടെ പണം നഷ്ടപ്പെടുത്തി അവർക്ക് സുഖിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ബൈ.